ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ 2 ദിവസങ്ങളായി രാജ്യമാകെ ഉയർന്നു കേൾക്കുന്ന ചോദ്യമാണ്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് മരിക്കാൻ തക്ക ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട്. റോയ്ക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അതേസമയം റോയുടെ സംസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബംഗളൂരു കൽക്കരയിലുള്ള കാസ്കേഡ് റിസോർട്ടിൽ നടന്നു. ശേഷമുള്ള CJ റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ച് ബ്യൂറോ സമർപ്പിച്ച വിശദ റിപ്പോർട്ട് ഇക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലിന്റെ പരിഗണനയ്ക്കും വന്നു. തുടർ നടപടികളുടെ ഭാഗമായി ഇതിൽ 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായനികുതി വകുപ്പിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ വെള്ളിയാഴ്ചയാണ് 57-കാരനായ റോയ് സ്വയം വെടിവെച്ച് മരിച്ചത്. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് റോയിയുടെ സഹോദരൻ ആരോപിച്ചിരുന്നു. മരണം അന്വേഷിക്കാൻ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് മരിക്കാൻ തക്ക ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായനികുതി വകുപ്പിന്റെ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിനോടൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും റോയിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമാന്തര അന്വേഷണം നടത്തുന്നത്. ഇദ്ദേഹത്തിന് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു വരുന്നു. CJ റോയിയുടെ സംസ്കാരം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബന്നാർഘട്ട റോഡ് കൽക്കരയിലുള്ള കാസ്കേഡ് റിസോർട്ടിൽ നടന്നു. റോയിയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ സംസ്കാരം നടത്തിയത്. കൽക്കര സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം. പ്രമുഖരടക്കം ആയിരങ്ങളാണ് റോയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ന്യൂസ് 18 ബംഗളൂരു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.